ഹായ് ഹലോ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എക്സാമിന് കുറെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇത് നമ്മൾ കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മളൊന്നും ബൈഹാർട്ടിങ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പീരിയോഡിക് ടേബിൾ. കുഞ്ഞു ക്ലാസ്സിൽ കാണുന്ന ഒരു ടേബിൾ ആണ് ഇത്. നമ്മളെ മോസ്റ്റ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഒരു ബാക്ക് പേജിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇതിലുള്ളത്? നമ്മൾ എന്താണ് കാണുന്നത്? മൊത്തം എലമെന്റ്സ് ആണ്. കുറെ എലമെന്റ്സ് എന്തിൽ കാണുന്നുണ്ട്? നമ്മൾ ഈ പീരിയോഡിക് ടേബിളിൽ കാണുന്നുണ്ട്. അപ്പോ ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയത് ഹെൻറി മോസ്ലി ആണ്. ഇത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പോ ഇദ്ദേഹം വെറുതെ കുറെ എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് പീരിയോഡിക് ടേബിൾ എന്ന് പേരിട്ടതല്ല, മറിച്ച് എന്തിന്റെയോ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. അത് എന്തിന്റെയാണ്? അതാണ് നമ്മളെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിനേക്കാൾ മുമ്പ് ഒരു ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു, മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ ആണ്. അതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹൈഡ്രജൻ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല, അതുപോലെ കുറെ എലമെന്റ്സ് വാക്കന്റ് ആയിരുന്നു. ആ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഹെൻറി മോസ്ലി ഉണ്ടാക്കിയ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് ഈ കാണുന്ന ചിത്രം. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഈ ഒരു പീരിയോഡിക് ടേബിളിനകത്ത് എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തുകൊണ്ട്? ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ആ ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതായത് നമ്മുടെ ആറ്റത്തിനകത്ത് എന്തുണ്ട്? മിഡില് നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്, അതുപോലെ പ്രോട്ടോൺ ഉണ്ട്. ഇതാണ് നമ്മുടെ ന്യൂട്രോൺ. ഈ ഒരു ഗ്രീൻ ആണ് നമ്മുടെ ന്യൂട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ആ റെഡിൽ ഇൻഡിക്കേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതിലേക്ക് ആര് കറങ്ങുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. ഈ കറങ്ങുന്നതാണ് നമ്മുടെ ഇലക്ട്രോൺസ്. ഇത് കറങ്ങുന്ന ആ പാത്തിനാണ് നമ്മൾ എന്താ പറയല്? ഓർബിറ്റ്. അതായത് നമ്മുടെ സൂര്യൻ ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? നമ്മുടെ പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. ഇതിനൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ അകത്ത് എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ചില സമയത്ത് ഒരു എലമെന്റ് തന്നിട്ട് മുകളിലും താഴെയും നമ്പർ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ തൽക്കാലം എടുത്തിട്ടുള്ളത് കാർബൺ എന്ന ഒരു എലമെന്റ് ആണ്. അതിന് മുകളിലും ഒരു നമ്പർ ഉണ്ട്, താഴെയും ഒരു നമ്പർ ഉണ്ട്. എന്താണ് ഈ കാർബണിന്റെ 12? അതുപോലെ എന്താണ് ഈ 6? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാർബണിന്റെ മുകളിലുള്ള നമ്പറാണ് മാസ് നമ്പർ. മുകളിലുള്ള നമ്പർ മാസ് നമ്പർ, ഇനി അടിയിൽ കാണുന്ന നമ്പർ അതാണ് അറ്റോമിക് നമ്പർ. അതാണ് ഈസിയായി നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കും. അതായത് നമ്മളെ അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? അത് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് എഴുതി വെക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അത് എങ്ങനെ നമ്മൾ പഠിക്കും? ഈസിയായി എങ്ങനെ പഠിക്കും നമുക്ക് നോക്കാം. നമ്മുടെ ആൽഫബറ്റിക് ലെറ്റർ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? A to Z എന്നല്ലേ നമ്മൾ എങ്ങനെ എഴുതല്? A to Z ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമുണ്ട്. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? മുകളിലുള്ള നമ്പർ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. മുകളിലുള്ള നമ്പർ ആണ് മാസ് നമ്പർ. അപ്പോ Z നമ്മളെ അറ്റോമിക് നമ്പർ ആണ്. ഇങ്ങനെ നമുക്ക് ആലോചിച്ച് വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അറ്റോമിക് നമ്പർ, അതുപോലെ എന്താണ് മാസ് നമ്പർ എന്നാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ പറയാൻ കാരണം പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ സെയിം ആണ്. അതുകൊണ്ടാണ് ഓർ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി മാസ് നമ്പർ എന്താണെന്ന് നോക്കാം. മാസ് നമ്പറിന്റെ ആൻസർ എങ്ങനെയാ പറയുന്നത്? ഇറ്റ് ഈസ് എ സം ഓഫ് പ്രോട്ടോൺസ് പ്ലസ് സം ഓഫ് ന്യൂട്രോൺസ്. അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സം ആണ് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതാണ് നമ്മുടെ മാസ് നമ്പർ. അതുപോലെ ഈ ഇലക്ട്രോണിന്റെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോണിന്റെ നമ്പർ ആണ് എന്ത്? നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളത് മാത്രമേ അതിലുള്ളൂ. ഇനി മിസ് ഒരു ചെറിയ കൺസെപ്റ്റ് പറയുന്നുണ്ട്, പക്ഷെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് വൺ വേർഡിനൊക്കെ ചോദിക്കും. അതായത് as the distance from the nucleus increases, the energy of electrons in the shell increases and the force of attraction between the nucleus and electron increases.
ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ആയ കുറച്ച് കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ എന്താക്കുന്നത്, ആ ചാപ്റ്ററിലേക്ക് ഒന്ന് ഡീപ്പായി പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. As the distance from the nucleus increases, the energy of the electrons in the shell also increases, and the force of attraction between the nucleus and electron decreases. ഈ കൺസെപ്റ്റ് കുറെ വലുതായി തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ള ഷെല്ലില്ലേ, അതിന്റെ ഇലക്ട്രോൺസ് പറയുന്നത് കുറവായിരിക്കും, ഇലക്ട്രോൺസിന്റെ എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. നേരെ മറിച്ച് ന്യൂക്ലിയസിന് ദൂരം കൂടുന്ന സമയത്ത് ഇലക്ട്രോൺസിന്റെ എനർജി എന്തായിരിക്കും, കൂടും. അത് ഓർക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ ക്ലാസ്സിൽ 2 കുട്ടികൾ ഭയങ്കര അടിയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ടീച്ചർ അപ്പോൾ പറയും, ഞാൻ എന്നെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കുട്ടികളാണ് ഇതെന്ന് വിചാരിക്കുക. അതുപോലെ പ്രിൻസിപ്പാളിന്റെ ചേംബർ ആണ് ഇതെന്ന് വിചാരിക്കുക. ഇനി എത്ര കുരുത്തം കെട്ട കുട്ടികളാണെങ്കിലും പ്രിൻസിപ്പളിന്റെ ചേംബറിൽ എത്തുമ്പോൾ അവരെ എനർജി എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിരിക്കും, കാരണം പ്രിൻസിപ്പളിന്റെ അടുത്തുണ്ട്. അതുപോലെ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഇലക്ട്രോൺസിന്റെ എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. നേരെ മറിച്ച് കുട്ടികളെ പുറത്തേക്ക് വിട്ടു, ആ പ്രിൻസിപ്പളിന്റെ ചേംബറിനെ പുറത്തേക്ക് വിടുമ്പോൾ അവരെ എല്ലാ എനർജിയും ബാക്ക് ആവും. അതായത് അവർ വീണ്ടും അവർ ഒറിജിനൽ സ്റ്റേജിലേക്ക് എത്തി. അതായത് അവരെ എനർജി എന്ന് പറയുന്നത് കൂടി. അതായത് ന്യൂക്ലിയസിന്റെ പുറത്തുള്ള, അതായത് ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത്, ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്താവും, ആ ഇലക്ട്രോൺസിന്റെ എനർജി എന്ന് പറയുന്നത് കൂടും. മാത്രമല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഒരു കൺസെപ്റ്റും കൂടിയുണ്ട്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്താവും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. പക്ഷേ ഇലക്ട്രോൺസിന്റെ എനർജി എന്താവും, കൂടും. അതാണ് ഇത് പറയുന്നത്. അതായത് as the distance from the nucleus increases, the energy of electron in the shell increases. ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്താവും, ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് കൂടും. അതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് എന്താവും, ഡിക്രീസ് ആവും. അതാണ് ഇതിലൂടെ പറയുന്നത്. കൺസെപ്റ്റ് കാണാൻ കുറെ ഉണ്ടെങ്കിലും കൺസെപ്റ്റ് സിമ്പിൾ ആണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണ് ഷെൽ. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മളെ ഇലക്ട്രോൺസ് കറങ്ങുന്ന ഒരു പാത്ത് ഉണ്ട്, ആ പാത്തിനാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറഞ്ഞത്. ആ ഓർബിറ്റ് തന്നെയാണ് ഷെൽ. ഓക്കെ, അതായത് നമ്മളെ ഇലക്ട്രോൺസ് കറങ്ങുന്ന ആ പാത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഷെൽ എന്ന് പറയുക. ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ ഷെല്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ആ ഓർബിറ്റ് തന്നെയാണ് ഈ ഷെല്ല്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത്, ഷെൽ എന്നാ പറയാറ്. ഇനി ആ ഷെല്ലിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അതായത് the path or the orbit in which the electron revolve is called the shell. അതായത് നമ്മളെ ഇലക്ട്രോൺ കറങ്ങുന്ന ആ ഒരു പാത്തിനാണ് നമ്മൾ എന്താ പറയുക, ഷെൽ എന്ന് പറയുക. അപ്പൊ 4 തരം ഷെല്ലാണ് നമുക്കുള്ളത്. അതായത് ഫസ്റ്റ് ഷെല്ലാണ് നമ്മുടെ കെ ഷെൽ, സെക്കൻഡ് ഷെല്ലാണ് നമ്മുടെ എൽ ഷെൽ, തേർഡ് ഷെല്ലാണ് നമ്മുടെ എം ഷെൽ, അതുപോലെ ഫോർത്ത് ഷെല്ലാണ് നമ്മുടെ എൻ ഷെൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്തുള്ള ഫസ്റ്റ് ഷെൽ ഏതാണ്? അത് നമ്മുടെ കെ ഷെല്ലാണ്. ഓക്കെ, നമ്മുടെ ഷെല്ലിലെ ഫസ്റ്റത്തെ ഷെല്ലാണ് നമ്മുടെ കെ ഷെൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഷെൽ എന്തായിരിക്കും? അതാണ് നമ്മുടെ എൽ ഷെൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ തേർഡ് ലെയർ വരക്കുന്നുണ്ട്, അതായത് നമ്മൾ തേർഡ് ഷെൽ വരക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എം ഷെൽ. ഇനി വരുന്ന ലെയർ, അതായത് നമ്മുടെ ഫോർത്ത് ഷെല്ലാണ് നമ്മുടെ എൻ ഷെൽ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഷെല്ലാണ് കെ ഷെൽ, സെക്കൻഡ് ഷെല്ലാണ് നമ്മുടെ എൽ ഷെൽ, തേർഡ് ഷെല്ലാണ് നമ്മുടെ എം ഷെൽ, അതുപോലെ നമ്മുടെ ഫോർത്ത് ഷെല്ലാണ് നമ്മുടെ എൻ ഷെൽ. എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക, അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ഷെല്ലുണ്ട്, കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. ഈ ഓരോ ഷെല്ലിലും നമുക്ക് തോന്നിയ പോലെ ഇലക്ട്രോൺസിനെ കയറ്റാൻ പറ്റൂല. അതായത് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതായത് നമ്മളൊരു നമ്മുടെ കയ്യിൽ ഒരു 5 ലിറ്ററിന്റെ ബോട്ടിലുണ്ട്, ഒരു 10 ലിറ്ററിന്റെ വെള്ളമുണ്ട്. ഈ 10 ലിറ്റർ നമുക്ക് ഈ 5 ലിറ്ററിന്റെ ബോട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്താ, ഇതിന്റെ കണക്ക് സെറ്റ് ആവുന്നില്ല. അതായത് നമ്മുടെ കയ്യിലുള്ളത് 5 ലിറ്ററിന്റെ ബോട്ടിലാണ്. ഈ 10 ലിറ്റർ നമുക്ക് അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. അതുപോലെ നമുക്ക് തോന്നിയ പോലെ ഒന്നും നമുക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റൂല. അതാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക? അതായത് കെ ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 2 ആണ്. മാക്സിമം എത്രയാണ്? 2 ആണ്. ഇനി എൽ ഷെല്ലിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 8 ആണ്. നെക്സ്റ്റ് എം ഷെല്ലിൽ മാക്സിമം എത്രയാണ്? 18 ആണ്. എൻ ഷെല്ലിൽ മാക്സിമം 32 ആണ്. ഇതെങ്ങനെ നമുക്ക് കിട്ടി? നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ് പഠിച്ചൊരു ഫോർമുല ഉണ്ട്, 2n². 2n²
അതാണ് ആ ഫോർമുല 2n². ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ കണക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ k എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഷെല്ലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ n-ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. 2 × 1² that is equal to 2. മാക്സിമം അതിൽ 2 അക്കോമഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് 2 × 2². ഇവിടെ എന്തിനാ 2 കൊടുക്കുന്നത്, നമ്മുടെ L എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഷെല്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ 2² കൊടുക്കുന്നത്. അപ്പോൾ 2 × 4 is equal to 8. ഇനി നമ്മൾ എന്ത് കൊടുക്കുന്നു, m-ന് നമ്മൾ 3 കൊടുക്കുന്നു. അതായത് 2 × 3². അതായത് 2 × 9 that is equal to 18. ഇനി എന്ത് ചെയ്യണം, ഫോർത്ത് ഷെല്ല് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ n-ന്റെ അടുത്തേക്ക് 4 കൊടുക്കണം. 4² that is equal to 2 × 16 that is equal to 32. ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, അതിന്റെ ഓരോ ഇലക്ട്രോണിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടുന്നത്. അതായത് ഓരോ ഷെല്ലിലും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കിട്ടുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഫോർമുല നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ച ഫോർമുല തന്നെയാണ്. നമ്മളിവിടെ ഒന്നും ബൈഹാർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നു, അതിന് അപ്ലൈ ചെയ്യുന്നു. അതായത് 1 2 3 4 എങ്ങനെ നമ്പേഴ്സ് കൊടുക്കുന്നു. ഇതാണ്, ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു എലമെന്റിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എന്നാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിൽ വെക്കാം. ഇനി ഒരു എലമെന്റ് തരും, അതിന്റെ അറ്റോമിക് നമ്പർ, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. ഇനി അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതിനു മുമ്പ് 3 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത്, ഇലക്ട്രോൺ മാക്സിമം ഇലക്ട്രോൺ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2n². അതാണ് ഫസ്റ്റത്തെ കാര്യം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ പറയുന്നത് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. അതായത് നമുക്ക് തോന്നിയ പോലെ ഇലക്ട്രോൺസിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ഏത് ഷെല്ലിൽ ഫില്ല് ചെയ്യണം, k ഷെല്ലിൽ ഫില്ല് ചെയ്യണം. അതിട്ടാണ് നമ്മൾ L ഷെല്ലിൽ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ M ഷെല്ലിൽ ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ N ഷെല്ലിൽ ഫില്ല് ചെയ്യുക. ക്ലിയർ അല്ലേ? അതായത് ഫസ്റ്റ് k ഷെൽ, പിന്നെ L ഷെല്ലിലേക്ക് ഫില്ല് ചെയ്യും, പിന്നെ M ഷെല്ലിലേക്ക് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് N ഷെല്ലിലേക്ക് ഫില്ല് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഔട്ടർമോസ്റ്റ് ഷെൽ cannot have more than 8 electrons. നമ്മുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഓൾറെഡി സ്റ്റെബിലിറ്റിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, ഒക്ടറ്റ് റൂൾ. അത് ഓർമ്മയില്ലേ? അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകുന്നത്. അതായത് നമ്മളെ അറ്റോമിക്, അതായത് പീരിയോഡിക് ടേബിളത്തെ കുറച്ച് എലമെന്റ്സിന്റെ നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അതിന് മിസ് എന്ത് വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എലമെന്റ്സ് എഴുതും, അതിന് അറ്റോമിക് നമ്പർ എഴുതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇലക്ട്രോൺസിൽ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി കപ്പാസിറ്റിയും കാര്യമൊക്കെ അറിയാം, കുറച്ച് റൂളും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് നമ്മുടെ ഹൈഡ്രജൻ ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. കെയിൽ മാക്സിമം 2 ഉൾക്കൊള്ളും. നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ 1 ഇടും. നെക്സ്റ്റ് ഹീലിയം. ഹീലിയത്തിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഇത് മാക്സിമം 2 ഉൾക്കൊള്ളും. നെക്സ്റ്റ് ലിഥിയത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 3, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3. കെയിൽ മാക്സിമം എത്രയാണ്, 2 ആണ്. അപ്പോ നെക്സ്റ്റ് ഇലക്ട്രോൺ എവിടെ വരും, നമ്മളെ ഈ എല്ലിൽ വരും. നെക്സ്റ്റ് ബെർലി ആണ്, 4 ആണ്. അപ്പോ 2 2. നെക്സ്റ്റ് ബോറോൺ 5 2 3. നെക്സ്റ്റ് കാർബൺ 6 ആണ്, 2 4. ഇത് എഴുതി കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമ്മളൊന്ന് കൗണ്ട് ചെയ്യണം. അതായത് കെയിലും എല്ലിലും കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 തന്നെ കിട്ടണം. അതായത് 2 + 4 എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കറക്റ്റ് ആക്കണം, അത് വെരിഫൈ ചെയ്യണം. നെക്സ്റ്റ് കാർബൺ കഴിഞ്ഞാൽ എന്താണ്, നമ്മള് കാർബൺ നൈട്രജൻ 7 ആണ്, 2 5. നെക്സ്റ്റ് ഓക്സിജൻ 8 2 6. ഇനി ഓക്സിജൻ കഴിഞ്ഞാൽ ഫ്ലൂറിൻ 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 9 2 7. നെക്സ്റ്റ് നിയോൺ 10 2 8.
ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഓൾറെഡി മിസ് എന്ത് ചെയ്തു, 1 to 10 വരെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് 11 തൊട്ട് 20 വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേഗം കണ്ടുപിടിച്ചോ. മിസ് ഒന്ന് അതിന്റെ അറ്റോമിക് നമ്പറും കൂടി എഴുതരാം. നമ്മുടെ സോഡിയത്തിന് 11 ആണ്, മെഗ്നീഷ്യം 12, അലുമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, 18, ആർഗൺ 18, 19, ക്രിപ്റ്റൺ, കാൽസ്യം 20. ഇതിന്റെ വേഗം ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ നിന്ന് ശ്രമിക്കുക. ഇവിടെ നമ്മളില്ലേ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനില്ല. 1 to 10 വരെയുള്ള അറ്റോമിക് നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇനി 11 to 20 വരെയുള്ളത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്. അപ്പൊ നിങ്ങളൊന്ന് വേഗം വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ഉത്തരം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മിസ് ആൻസർ പറഞ്ഞിരുന്നതായിരിക്കും. ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു എന്താ പറയാ, എലമെന്റ്സും അതിന്റെ നമ്പറൊന്നും നമ്മളിപ്പോ ബൈ ഹാർട്ട് ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ ഓൾറെഡി തരും. അതുകൊണ്ട് അത് ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് നമ്മുടെ സോഡിയത്തിൻ്റെത് 11 ആണ്, 2, 8, 1. ഇനി മെഗ്നീഷ്യത്തിൻ്റെത് 2, 8, 2. ഇനി അലുമിനിയം 2, 8, 3. നെക്സ്റ്റ് സിലിക്കൺ 2, 8, 4. Next, phosphorus 2, 8, 5. Next, sulfur 2, 8, 6. Next, chlorine 2, 8, 7. Next, argon 2, 8, 8. Next, krypton 2, 8. അധികം ആൾക്കാർ എന്ത് ചെയ്യും, 2, 8, 9 ആണ് നമ്മൾ എന്ത് ചെയ്യില്ല, ക്രിപ്റ്റൺ എഴുതുക. പക്ഷെ തെറ്റാണ്. ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എന്ത്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് മാക്സിമം പോകുന്നത് 8 ഇലക്ട്രോൺസ് മാത്രമാണ്, അതിന്റെ കൂടുതൽ പോകൂല. അതുകൊണ്ട് നമ്മൾ ക്രിപ്റ്റൺ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ 8 കൊടുത്തിട്ട് നെക്സ്റ്റ് ഷെല്ലിൽ എന്ത് ചെയ്യും, 1 അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പോ കാൽസ്യത്തിന് എന്തായിരിക്കും, 2, 8, 8, 2. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ക്രിപ്റ്റണിനെ ശ്രദ്ധിക്കണം. അതായത് ഇതിനൊന്ന് സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ക്രിപ്റ്റൺ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ്. അധികം ആൾക്കാർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. 2, 8, 9 ഒക്കെ എഴുതി വെക്കും, അത് ആൻസർ തെറ്റാണ്. നമുക്ക് ആൻസർ എന്താണ് വേണ്ടത്, 2, 8, 8, 1. അങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റൺ എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സബ്ഷെൽ. അതായത് നമ്മൾ ഷെൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് സബ്ഷെൽ? സബ്ഷെൽ എന്ന് പറഞ്ഞാൽ സബ് ഡിവിഷൻ ഓഫ് ഷെൽ. ഷെല്ലിന്റെ സബ് ഡിവിഷൻ ആണ് നമ്മുടെ സബ്ഷെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, ദ പോസിബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള മേഖലയുടെ എന്താണ് പറയുന്നത്, ഷെല്ലാണ്, സബ്ഷെല്ലാണ്. അതായത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, സബ് ഡിവിഷൻ ഓഫ് ഷെൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ദ പോസിബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, നമ്മുടെ ഷെല്ലിന്റെ കേസിൽ എന്ത് പറഞ്ഞു, നമുക്ക് 4 ഷെല്ലാണുള്ളത്, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. നമ്മുടെ സബ്ഷെല്ലിന്റെ കേസിൽ നമുക്കുള്ളത് 4 സബ്ഷെല്ലാണ്. അതാണ് ഫസ്റ്റത്തത്, എസ്, പി, ഡി, എഫ്. ഇങ്ങനെ പറയുന്ന 4 സബ്ഷെല്ലാണ് നമുക്കുള്ളത്. ആദ്യത്തെ ഫസ്റ്റ് സബ്ഷെല്ലില് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. പിയിലാണെങ്കിൽ 6 ആണ്. അതുപോലെ ഡിയില് 10ഉം എഫില് 14 ഇലക്ട്രോൺസ് ആണ് നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഇത് ബൈ ഹാർട്ട് ചെയ്യും? നമുക്ക് ഓൾറെഡി അറിയാം കെ ഷെല്ലിൽ മാക്സിമം 2, അത് തന്നെയാണ് എസിലുള്ളത്. ഇനി ഈ നെക്സ്റ്റ് നമ്പർ എന്നുള്ളത് 6 ആണ്. എങ്ങനെ നമ്മൾ ആലോചിക്കും? എസ്, പി, ഡി, എഫ് എന്ന് പറയുന്നത് 4 ഷെല്ലാണ്. ഈ ഫസ്റ്റ് കിട്ടിയ 2നെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ആഡ് ചെയ്യുന്നു, അത് നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. അപ്പൊ ആ 6നെ വെച്ച് നമ്മൾ വീണ്ടും 4 ആഡ് ചെയ്യുന്നു, നമുക്ക് എത്ര കിട്ടും, 10 കിട്ടും. ആ 10നെ വെച്ച് വീണ്ടും 4 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 14 കിട്ടും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അതായത് ഫസ്റ്റ് നമുക്കറിയാം കെ ഷെല്ലിൽ 2 ഉണ്ട്, അതേ സാധനമാണ് എസിലുള്ളത്. ഇനി പിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും എസ്, പി, ഡി, എഫ് 4 സബ്ഷെല്ലുള്ളത്, അത് നമ്മൾ വെറുതെ ഒരു 4 ആഡ് ചെയ്യുന്നുണ്ട്. ആ ആൻസറിനെ വെച്ച് വീണ്ടും 4 ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്താ ആലോചിച്ച് വെക്കുക, ഈ ഇലക്ട്രോൺസിന്റെ നമ്പറിന്റെ എണ്ണം നമ്മുടെ ആലോചിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷെല്ലിന്റെയും സബ് ഷെല്ലിന്റെയും ഒരു റിലേഷൻ ആണ്. അതായത് നമ്മുടെ സബ്ഷെൽ എന്ന് പറയുന്നത് സബ്ഷെൽ സെല്ലിന്റെയും ഒരു റിലേഷൻ ആണ്.
നമ്മുടെ ഫസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് കെ ഷെല്ലല്ലേ, അതിൽ എത്ര സബ് ഷെൽ ഉണ്ടാവും? കെ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഷെൽ ആയതുകൊണ്ട് നമ്മുടെ സബ് ഷെല്ലിന്റെ എണ്ണം എത്രയായിരിക്കും? 1 ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് സബ് ഷെൽ ഏതാണ്? എസ് ആണ്. എല്ലിലാണെങ്കിൽ 2 സബ് ഷെൽ ഉണ്ടാവും. ഇത് സെക്കൻഡ് ഷെൽ ആയതുകൊണ്ട് സബ് ഷെൽ എത്ര ഉണ്ടാവും? 2 സബ് ഷെൽ ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? എസ് ആണ് ഒന്ന്, മറ്റൊന്ന് പി ആണ്. ഇനി എമ്മിൽ എത്ര സബ് ഷെൽ ഉണ്ടാവും? 3 സബ് ഷെൽ ആണ്. കാരണം ഇത് തേർഡ് ഷെല്ലാണ്, അതുകൊണ്ടാണ് 3 സബ് ഷെൽ. എസ്, പി, ഡി. ഇനി ഫോർത്ത് സബ് ഷെല്ലാണ് നമ്മുടെ എൻ ഷെൽ. അതായത് എസ്, പി, ഡി, എഫ്. 4 സബ് ഷെൽ ഉണ്ട്. അതായത് നമുക്ക് എന്ത് റിലേഷൻ കാണാം? അതായത് ഷെൽ നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സബ് ഷെൽ. എത്ര ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് നമ്മുടെ സബ് ഷെല്ലിന്റെ എണ്ണം. അതാണ് ഈ പറഞ്ഞതിന് ചുരുക്കം.